നമസ്കാരം. പ്രധാന വാർത്തകൾ. കക്കൂസ് മാലിന്യ ദുർഗന്ധത്താൽ പൊറുതിമുട്ടി വേമ്പനാട് കായൽ തീരവാസികൾ. മുഹമ്മയിലും പൊന്നാട് ഭാഗത്തുമൊക്കെ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാകുന്നു. അധികാരമുള്ള ചിലരുടെയൊക്കെ അറിവോടെയാണ് കൃത്യനിർവഹണമെന്ന് പ്രദേശവാസികൾ. ആരോട് പറയാൻ വാർത്താ പരമ്പര തുടരുന്നു. കടക്കരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെയും കൌൺസിൽ ഹാളിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദും കൌൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം കെ.സി. വേണുഗോപാൽ എം.പിയും നിർവഹിക്കും. ലഹരിക്കെതിരെ അധ്യാപകർ ഭവനങ്ങളിലേക്ക്. കലവൂർ PJ UP സ്കൂളിലെ അധ്യാപകരാണ് വീടുകളിൽ കയറിയിറങ്ങി കുട്ടികൾക്ക് ഉപദേശം നൽകുന്നത്. കക്കൂസ് മാലിന്യ ദുർഗന്ധത്താൽ പൊറുതിമുട്ടി വേമ്പനാട് കായൽ തീരവാസികൾ. മുഹമ്മ പൊന്നാട് ഭാഗത്തൊക്കെ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാകുകയാണ്. അധികൃതരുടെ അറിവോടെയാണ് കൃത്യനിർവഹണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആരോട് പറയാൻ വാർത്താ പരമ്പര തുടരുന്നു. ചേർത്തലയുടെ തെക്കൻ പ്രദേശങ്ങളിൽ, അതായത് മുഹമ്മ, പൊന്നാട്, സ്രായിത്തോട് തുടങ്ങിയ കായലോര മേഖലയിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് ഒരു പുതുമയല്ലാതായിരിക്കുകയാണ്. ദിവസേന രാത്രിയിൽ ടാങ്കറുകളിൽ എത്തിച്ച് മാലിന്യം തള്ളുന്നുവെന്നാണ് ആക്ഷേപം. ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് കായലിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. സംയുക്ത വേമ്പനാട് കായൽ സംരക്ഷണ സമിതി സെക്രട്ടറി KM പൂവ് KMCN ന്യൂസിനോട്. വേമ്പനാട് കായലിൻ്റെ തീരത്ത് കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്ന ഒരു നടപടി വർഷങ്ങളായി തുടർന്നു വരികയാണ്. തണ്ണീർമുക്കം ബണ്ടിൽ പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ട് സെൻറ്ററിൽ രാത്രി കാലങ്ങളിൽ ഒരു 12 മണിക്ക് ശേഷം ആൾ തീരെ കാണത്തില്ല. ആ സമയത്ത് അവിടെ കൊണ്ടുവന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഇത് കായലിലേക്ക് തള്ളിവിടുന്ന ഒരു പരിപാടി നടന്നു വരികയാണ്. അതിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് ഉൾനാടുകളിൽ, കായൽ തീരത്തുള്ള ഉൾപ്രദേശങ്ങളിൽ, അതുപോലെ ദേശീയപാതയുടെ സമീപത്തുമൊക്കെ തക്കം കിട്ടുമ്പോൾ ഇവർ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ വന്നാലും പ്രദേശവാസികൾക്കും തോടിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്കും അതുപോലെ കായൽ തീരവാസികൾക്കും വളരെ ദോഷകരമായി ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണമായി തീരും. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി ഗവൺമെൻറ് എടുക്കണം. ഇപ്പം ചേർത്തലയിൽ ഈ കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇത് വേണ്ടത്ര രീതിയിൽ ഇക്കൂട്ടർ പ്രയോജനപ്പെടുത്തുന്നു. മത്സ്യബന്ധനത്തിനിറങ്ങുന്ന തൊഴിലാളികൾക്ക് ത്വക്ക് രോഗം ഉൾപ്പെടെ പിടിപെട്ടു തുടങ്ങി. ലക്ഷങ്ങൾ മുടക്കി ചേർത്തല ആനതറവിളയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചിട്ടും കക്കൂസ് മാലിന്യം ഇപ്പോഴും പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ജനത്തിന്റെ ചോദ്യം. ആരോട് പറയാൻ? കടക്കരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെയും കൌൺസിൽ ഹാളിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുത്തറ അറിയിച്ചു. ഞങ്ങൾ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2-3 പരിപാടികൾ എന്ന രീതിയിൽ പൊതുപരിപാടികൾ നടക്കുമ്പോൾ ഒരു ഓഡിറ്റോറിയം ഇല്ലാത്തതുകൊണ്ട് കണ്ടമംഗലം ക്ഷേത്രത്തിൻ്റെയും കുട്ടാരം ക്ഷേത്രത്തിൻ്റെയൊക്കെ സമയങ്ങളും കാലങ്ങളും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് അന്ന് തൊട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയാണ്. പഞ്ചായത്തിന് സ്വന്തമായ ഒരു ഓഡിറ്റോറിയം വേണം. നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് 66 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ നല്ല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ വർഷം നടപ്പാക്കിയ തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൊടുത്തതിൽ സ്റ്റേറ്റിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്താണ്. 100% പദ്ധതി വിഹിതം നിർവഹിക്കുന്നതിൽ 4 വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ 100% പദ്ധതി വിഹിതം ചെലവഴിച്ചൊരു പഞ്ചായത്ത്. തൊഴിലുറപ്പ് പദ്ധതിയിലാണെങ്കിൽ എല്ലാ വർഷവും ജില്ലയിലായാലും 2ാം സ്ഥാനത്ത് എന്നുള്ള നിലവാരത്തിൽ പുറകെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഞങ്ങൾ സംസ്ഥാനത്ത് 8ാം സ്ഥാനത്തായിരുന്നു. ഈ പ്രാവശ്യം 2ാം സ്ഥാനത്തായിട്ടുണ്ട്.
ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ചെറിയ ഗ്രാമപഞ്ചായത്താണ്. ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. റോഡുകളെല്ലാം ഇപ്പോൾ സഞ്ചാരയോഗ്യമാണ്. അതുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന് ഉള്ള ഏറ്റവും മുതൽ ഇപ്പോൾ ഞങ്ങളുടെ അഭിമാനമായി ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു നല്ലൊരു സുദിനമാണ് 27/4/2025 ഞായറാഴ്ച നടക്കുന്ന ഈ പദ്ധതി. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. നാടിൻ്റെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ മികവ് മാത്രമാണ് ഞങ്ങളുടെ വിജയം. ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സമ്മേളനത്തിൽ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദും പഞ്ചായത്ത് കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MP-യും നിർവഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഹരിതകർമ്മസേനയ്ക്കുള്ള വാഹനം കൈമാറും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി അനിൽകുമാർ സ്വാഗതം പറയും. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 13ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. റൈബാൻ ഓഡിറ്റോറിയത്തിൽ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. എന്നതിന്റെ ഒരു സേവനം കൂടുതൽ മികവുറ്റതാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം എത്രമാത്രമായി നോക്കിയാൽ പലപ്പോഴും പ്രയാസമാണ്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി പലതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വർത്തമാനം ഭയങ്കര അത് വളരെയേറെ കാര്യം നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. HR-മായി ബന്ധപ്പെട്ട സൈറ്റിലേക്കുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചാൽ അതിന് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു കാണാൻ. നിങ്ങളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ആ ഡിമാൻഡുകൾ അല്ലെങ്കിൽ ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാമ്പത്തിക ക്രൈസിസിലെ ന്യായം കൊണ്ടുപോകുന്നത്. താൽക്കാലികമായി വാട്ടോട് ജോലിയുന്ന ആൾക്കാരുടെ ഡിമാൻഡ് ഉന്നയിക്കപ്പെട്ടാൽ ഈ പറയപ്പെട്ട സാമ്പത്തിക ക്രൈസിസിന് ന്യായം പറയും. അങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ട് ഒരു സാഹചര്യം കാണുന്നു. എന്നാൽ ഈ HR-ന്റെ കണക്ക് മറ്റൊക്കെ പറയുമ്പോൾ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യം കണക്കാക്കിയാൽ വാട്ടർ അതോറിറ്റിക്കകത്തെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഒരു ശമ്പളം, അതിന്റെ ആനുകൂല്യം, അതിന്റെ കണക്ക് ഇങ്ങനെ വേർതിരിച്ച് നോക്കിയാൽ അത് ഒരു കുറവുണ്ടാകില്ല. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് OK ചിത്രബാനു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VN ശശീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KR രവീന്ദ്രൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. കുടിവെള്ള വിതരണം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാതെ സേവന മേഖലയിൽ നിലനിർത്തണമെന്നും പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങളും കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യണമെന്നും ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സ്മാരകമായി ഉദയനാപുരം ജംഗ്ഷനിൽ പണി കഴിപ്പിച്ച ബസ് ബേ നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 23-24 പദ്ധതിയാണെങ്കിലും ഈ കഴിഞ്ഞ കാലയളവിലാണ് തുടങ്ങാൻ നമുക്ക് പറ്റിയത്. അതോടൊപ്പം തന്നെ അടുത്ത ഒരെണ്ണം കൂടിയുള്ളത് എൻ്റെ പ്രവർത്തനം തുടങ്ങുകയും നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്. തീർച്ചയായും ജനങ്ങളുടെ ആവശ്യത്തിന് തന്നെയാണ് ഞങ്ങൾ പദ്ധതി കൊടുക്കുന്നത്. ഏറ്റവും നല്ല ബസ്സുകളും അതോടൊപ്പം തന്നെ വഴിയിടങ്ങളും ഉദയനഗരത്തെ ഒരു വഴിയിൽ നമ്മൾ വയ്ക്കാനുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മൾ നടക്കാതെ പോയത്. പക്ഷേ അതും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും അതെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ കൗൺസിലിന്റെ കാലാവധിക്കുള്ള തീർക്കണമെന്ന് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10,17,000 രൂപ ചിലവഴിച്ചാണ് ബസ് വേ നിർമ്മിച്ചിരിക്കുന്നത്. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 1-ാം വാർഡ് കൌൺസിലറുമായ അയ്യപ്പൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു ഷാജി, ഹരിദാസൻ നായർ, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ രേണുക രതീഷ്, കൌൺസിലർമാരായ MK മഹേഷ്, അശോകൻ വെള്ളവേലി, KB ഗിരിജകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. SSF ലഹരി വിരുദ്ധ സമരങ്ങൾ 2ാം ഘട്ടത്തിലേക്ക്. SSF ആലപ്പുഴ ഡിവിഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് മണ്ണഞ്ചേരിയിൽ വിദ്യാർത്ഥി റാലിയും സമ്മേളനവും നടത്തും. സമരഘട്ടങ്ങൾ, ലഹരിക്കെതിരെയായുള്ള സമരഘട്ടങ്ങൾ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ജനുവരി മാസം ആദ്യ വാരത്തിൽ തന്നെ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന തലവാചകത്തിൽ ലഹരി സൈബർ ആക്രമണങ്ങൾക്കെതിരെയുള്ള സമരം നടക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു 2ാം ഘട്ടം എന്നോണം സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന ശീർഷകത്തിൽ എന്ന തലവാചകത്തിൽ ശരികളുടെ ആഘോഷം
എന്ന തീമിൽ SSF രണ്ടാമത്തെ സമരമുഖം ആരംഭിക്കുകയാണ്. ഏപ്രിൽ 29 വൈകിട്ട് 4 മണിക്ക് മണ്ണഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ 300-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രസ്ഥാനിക നേതാക്കൾ റാലിയെ അഭിസംബോധന ചെയ്യും. മണ്ണഞ്ചേരി ദാറുൽ ഹുദ ക്യാമ്പസിൽ റാലി സമാപിക്കുകയും ശേഷം വിദ്യാർത്ഥി സമ്മേളനവും തുടങ്ങും. കേരള മുസ്ലിം ജമാഅത്ത് ആലപ്പുഴ ജില്ലാ ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ക്ലാസ് സെക്ഷനുകളിൽ SSF സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ഹാമിദ് സഖാഫി, ജില്ലാ സെക്രട്ടറി R അഫ്സൽ എന്നിവർ നേതൃത്വം നൽകും. ചേർത്തല താലൂക്ക് NSS ഹ്യൂമൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം തുടങ്ങി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിവാഹമോചനം ഈ യൂണിയന്റെ കോൺഫറൻസ് ഹാളിൽ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോ ചർച്ചയിലും പങ്കെടുക്കുന്നത്. ഈ കല്യാണത്തിലും പങ്കെടുത്തു, അതിനുശേഷം വന്ന വിവാഹമോചനത്തിലും പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു കാരണം പഴയ കാലമല്ല. പഴയ കാലഘട്ടങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭാര്യ ജോലി ഉണ്ടാകുകയില്ല, ഭർത്താക്കന്മാർ മാത്രമാണ് ഇരുന്നതല്ല, ഈക്വലാണ് എല്ലാവരും, ഈക്വലായിട്ടുള്ള കാര്യങ്ങളിലാണ് എല്ലാവരും. അതൊക്കെ കാര്യങ്ങളെ കൊള്ളാം. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ ആ ഒരു ജീവിത രീതി, നമ്മുടെ ക്ഷമയും കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് പോകാനുള്ള ആ ഒരു മനസ്ഥിതിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. NSS യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് S മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ സ്വാഗതവും HR സെന്റർ ജോയിന്റ് കൺവീനർ MN ബിമൽ നന്ദിയും പറഞ്ഞു. എത്രയോ സമ്മേളനം നടത്താറുണ്ട്. നമുക്കറിയാം, ഒരു 10,000 പേരെ വെച്ചൊരു നായർ മഹാസമ്മേളനം നടത്തുന്നതിന് ഇത്രയും പാട് നമുക്കില്ല. കാരണം ഇവിടെ നമുക്കറിയാം, എന്തെങ്കിലും കല്യാണം നിശ്ചയം കഴിഞ്ഞ് ഇപ്പോൾ തന്നെ നമ്മുടെ യൂണിയൻ ഓഫീസിൽ 2-3 ഫയലുകളുള്ളത് കല്യാണം നിശ്ചയം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പെണ്ണിന് ചെറുക്കനെ വേണ്ട, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ 2 മാസം കൂടി കഴിയുമ്പോഴത്തേക്കും ചെറുക്കൻ പെണ്ണിനെ വേണ്ട, പെണ്ണ് ചെറുക്കനെ വേണ്ട. അങ്ങനെ വിഷയങ്ങളായി കരയോഗത്തിലേക്ക് ചെല്ലും. കരയോഗ ഭാരവാഹികളുടെ യൂണിയനിൽ വരും. മണിക്കൂറുകൾ കരയോഗത്തിൻ്റെയിലും യൂണിയൻ്റെ കെട്ടിടത്തിലൊക്കെ മണിക്കൂറുകൾ ചെലവഴിക്കാൻ സമയമുണ്ട്. പക്ഷേ ഈ താലൂക്ക് യൂണിയൻ്റെ തീരുമാനിക്കുന്ന 2 ദിവസം. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ NSS പ്രതിനിധി സഭാംഗം ബാലകൃഷ്ണൻ, MB മഞ്ജുള, ഡോക്ടർ G വേണുഗോപാൽ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ലഹരിക്കെതിരെ അധ്യാപകർ ഭവനങ്ങളിലേക്ക്. കലവൂർ PJUP സ്കൂളിലെ അധ്യാപകരാണ് വീടുകളിലെത്തി കുട്ടികൾക്ക് ഉപദേശം നൽകുന്നത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന്റെ ദൃശ്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവബോധം നൽകുന്നതിനുള്ള നോട്ടീസ് നൽകി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്ത് സ്കൂൾ മാനേജർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളെ അതിന് ബലിയാളാക്കുകയും കുട്ടികളെ അതിന് വിൽപ്പന കേന്ദ്രങ്ങളാക്കി മാറ്റാനും ഉതകുന്ന ലോബികളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിന് മാറ്റം വരണമെങ്കിൽ നാം ഓരോ വീട്ടിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രചരണങ്ങളും മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കുകയാണ്. അത് ഈ സ്കൂളിൽ ഈ വർഷം എല്ലാ ഭവനങ്ങളിലും സ്കൂൾ അധ്യാപകരും രക്ഷകർത്താ സംഘടനയും സ്കൂളിലെ മെമ്പർമാരും അതിനായി പ്രവർത്തിക്കാൻ ഇന്ന് തുടങ്ങുകയാണ്. നമ്മൾ ഇന്നറിയാം, ഇന്നേത് പരിപാടി വന്നാലും മദ്യമില്ലാതെ ഒരു പരിപാടിയില്ല. ഒരു മരണച്ചടങ്ങ് വന്നാലും ഒരു ഉത്സാഹഘോഷം വന്നാലും മദ്യവും മയക്കുമരുന്നുമാണ് അതിന് ഏറ്റവും പ്രോത്സാഹനം. PTA പ്രസിഡന്റ് വിശ്വരാജ് അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മി നാരായണ ക്ഷേത്രം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അംഗങ്ങളായ ആലപ്പി ഋഷികേഷ്, സാബു മണർക്കാട്, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ശില്പശാല സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴി രംഗകലാ ഓഡിറ്റോറിയത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബിജു X മലയിൽ അധ്യക്ഷത വഹിച്ചു.
സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടനടത്തവും സമ്മേളനവും സംഘടിപ്പിച്ചു. സഭാക്ക് ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നമ്മളുടെ കുടുംബത്തിലും പൊതുസമൂഹത്തിലേക്ക് വലിയ വിപത്തുകളും വലിയ അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ തിന്മകൾക്കും എല്ലാ അസമത്വങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ കലാകാരന്മാരാണ്. സഭാക്ക് എന്ന് പറയുന്ന സംഘടന കലാകാരന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സമരസംഘടനയാണ്. എന്നാൽ സമൂഹത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള അസമത്വം ഇതുപോലുള്ള തിന്മകൾക്കെതിരെ എന്നും പോരാട്ടത്തിൽ മുൻപന്തിൽ നിൽക്കുന്ന സഭാക്ക് കേരളത്തിലൊട്ടാകെ ഇതുപോലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ആ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമാണ് ഇന്ന് സഭാക്കിൻ്റെ ചേർത്തല മേഖലാ കമ്മിറ്റി നടത്തുന്ന ഈ കൂട്ടനടത്തവും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ സന്ദേശ സമ്മേളനവും. ചേർത്തല നഗരസഭാ മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശ കൂട്ടനടത്തം സഭാക് ജില്ലാ സെക്രട്ടറി പി നളിനി പ്രഭ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ലഹരി വിരുദ്ധ സന്ദേശ സമ്മേളനം പ്രസിദ്ധ സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് കലയും കളിച്ചുകൊണ്ട് കലയുടെ നാടകമൊക്കെ എപ്പോൾ നിന്നോ അന്ന് തന്നെ കുട്ടികളൊക്കെ മറ്റു വഴികളിലേക്ക് പോകാറുണ്ട്. തീർച്ചയായും ഞാൻ പറയുന്നു ഇനിയും അതുപോലുള്ള ക്ലബ് നാടകങ്ങളൊക്കെ ഉണ്ടാകും. ഈ സാറിന് അവിടെ ഇല്ലേ നമ്മുടെ കുട്ടികളുടെ ഓണക്കളികളും നാടകവും ഒക്കെ പഠിച്ച് സാറിന് ഡയറക്ടറായിട്ടൊക്കെ നിൽക്കുന്നതാണ്. അപ്പൊ ഒരു സന്തോഷം പറഞ്ഞെന്താന്ന് ചോദിച്ചാല് കുട്ടികൾക്ക് മറ്റൊരു ചിന്ത ഉണ്ടാകും. അവർക്ക് ഡയലോഗ് പഠിക്കുന്ന നാടകത്തിൽ എത്ര പെർഫോം ചെയ്യണം. ഇവിടെ അവർക്ക് നിന്നുപോയി. അപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുന്നതിന്റെ കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ലഹരിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പത്രം ഇടുന്ന അത് മാത്രമേ കാണാറുള്ളൂ. ലഹരിയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ മുഖമയിലെ കമല ബസ് മൂന്നാറിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ 2 ബൈക്ക് കയറി വരുത്തി ഭാഗ്യത്തിന് അന്ന് കുട്ടിന് വണ്ടിയുണ്ട്. കുട്ടികൾ പറഞ്ഞ് വണ്ടി ചവിട്ടി നിർത്താൻ പറഞ്ഞു. ഈ കുട്ടികളുടെ മരങ്ങളുടെ പേടിച്ചിട്ടാണ് ചവിട്ടി നിർത്താൻ പറഞ്ഞത്. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ MS ദീപ്തി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ആർട്ടിസ്റ്റ് KK വാര്യരെ അനുസ്മരിച്ച് പിൻതലമുറക്കാരായ ശിഷ്യർ. KK വാര്യരുടെ 3ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ചേർത്തലയിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഡ്രോയിംഗ് ടീച്ചർ രാജൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ഡ്രോയിംഗ് ടീച്ചർ പുരുഷോത്തമൻ ചിത്രരചനാ മത്സരങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. തുടർന്ന് കവിയരങ്ങ്, ഗാനസുധ തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു. 27 നടക്കുന്ന അനുസ്മരണ സമ്മേളനം കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് പുല്ലാങ്കുഴൽ ഫ്യൂഷനും ഉണ്ടാകും. ശ്രീനാരായണ ഗുരുധർമ്മ സേവാ സംഘം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദൈവദശക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മെയ് 15 മുമ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദൈവദശകം എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാവരും ചൊല്ലേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു കൃതിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആലാപന മത്സരം നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇത് നമ്മൾ നടത്താൻ ദേശീയ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 വിഭാഗങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ കാറ്റഗറി തിരിച്ചുകൊണ്ടാണ് ഈ മത്സരം നടത്തുന്നത്. 4 വിഭാഗങ്ങൾ കുട്ടികളും ബാക്കി വരുന്ന 2 വിഭാഗങ്ങളിൽ മുതിർന്നവരുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മത്സരങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഇപ്പം നമ്മുടെ കേരളത്തിൽ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ഒരു ഏകീകൃതമായ ഒരു സ്ഥലത്ത് വെച്ച് ഓഫ്ലൈനായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത്. അത് അവരിൽ നിന്നുള്ള വിജയികളെ നമ്മൾ കേന്ദ്ര കമ്മിറ്റിയുടെ കൂടെ നിർദ്ദേശപ്രകാരം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് മറ്റുള്ള യഥാർത്ഥ വിജയികളെ കണ്ടെത്തുന്നത്. അതിന് 1ാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഇതിന് നമ്മൾ ഒരു പ്രൈസ് നിശ്ചയിച്ചിട്ടുണ്ട്. 1ാം സമ്മാനം നമ്മൾ കൊടുക്കുന്നത് 3000 രൂപ 1ാം സമ്മാനം, 2000 രൂപ 2ാം സമ്മാനം, 1000 രൂപ 3ാം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുധർമ്മ സേവാ സംഘം ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദൈവദശക ആലാപന മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മത്സരങ്ങളിൽ ലോകമെമ്പാടുമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. കേരളത്തിൽ ഓരോ ജില്ലാ സെന്ററുകളിൽ വെച്ച് ഓഫ്ലൈൻ ആയും മറ്റുള്ള സംസ്ഥാനങ്ങളിലും വിദേശത്തുള്ളവർക്കും ഓൺലൈനിലും ആയിട്ടായിരിക്കും മത്സരങ്ങൾ നടത്തുക.
ഓരോ ജില്ലകളിലെയും വിജയികളെ തിരഞ്ഞെടുത്ത ശേഷം ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ മത്സരത്തിൽ നിന്നുമായിരിക്കും അവസാന വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. മത്സരങ്ങളിൽ പ്രായപരിധി മാനദണ്ഡമാക്കി 6 വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 4 വിഭാഗങ്ങൾ കുട്ടികൾക്കും 2 വിഭാഗത്തിലായി മുതിർന്നവർക്കും മത്സരിക്കാം. 9 വയസ്സ് വരെയുള്ള കുട്ടികൾ LP വിഭാഗത്തിലും 10 മുതൽ 13 വരെയുള്ള കുട്ടികൾ UP വിഭാഗത്തിലും 14 മുതൽ 16 വരെ ഹൈസ്കൂൾ വിഭാഗത്തിലും 17 മുതൽ 24 വയസ്സ് വരെയുള്ളവരും 25 മുതൽ 41 വയസ്സ് വരെയുള്ളവരും സീനിയർ വിഭാഗത്തിലും 41 വയസ്സിന് മുകളിലുള്ളവർ സൂപ്പർ സീനിയർ വിഭാഗത്തിലും മത്സരിക്കാവുന്നതാണ്. 6 വിഭാഗമായി നടക്കുന്ന മത്സരങ്ങളിൽ നിന്നും 18 വിജയികളെ കണ്ടെത്തുന്നു. മത്സരത്തിൽ പങ്കെടുക്കുവാൻ യാതൊരുവിധ രജിസ്ട്രേഷൻ ഫീസുകളും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ രജിസ്ട്രേഷനുള്ള അവസാന തീയതി മെയ് 15 സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാരനാട് അടൽജി അക്ഷയശ്രീ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വെള്ളിയാകുളത്ത് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ഗൈനക്കോളജി വിഭാഗം, നേത്രരോഗ വിഭാഗം, ദന്തരോഗ വിഭാഗം എന്നീ വിഭാഗങ്ങളിലായിരുന്നു ക്യാമ്പ്. അക്ഷയശ്രീ പ്രസിഡന്റ് KB ഷാജി അധ്യക്ഷത വഹിച്ചു. ചേർത്തല SI അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിലവിലെ നമ്മുടെ ഒരു സാമൂഹിക സ്ഥിതി വെച്ചിട്ട് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഇത്തരം ക്യാമ്പുകൾ. ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പലവിധ അസുഖങ്ങളുണ്ടെങ്കിലും നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിനും ഡോക്ടറെ കാണുന്നതിനൊക്കെ നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു ശീലം നമുക്ക് പൊതുവെ കണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ അച്ഛനും അമ്മയും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാലും അത് പിന്നെ പോകാം, അല്ലെങ്കിൽ അത് കുറയുമായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ എന്തെങ്കിലും മരുന്നുമായി കഴിക്കാം. അങ്ങനെ ഒരു ശീലം ആണ് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ പോകുന്നതിനും ഡോക്ടറെ കാണുന്നതിനും നമ്മുടെ വീടിനടുത്താണ്, അധികം സമയം ചെലവഴിക്കാതെ നമുക്ക് അവിടെ ക്യാമ്പിൽ പോയി പങ്കെടുക്കാം, ഡോക്ടറെ കാണാം, നമ്മുടെ രോഗവിവരങ്ങളൊക്കെ പറയാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടുമ്പോൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക. വേമ്പനാട് കായല് നീന്തിക്കടന്ന LKG വിദ്യാർത്ഥിനി പാർവതി, നടത്തത്തിൽ ദേശീയ മെഡൽ നേടിയ വാരനാട് വാസന്തി എന്നിവരെ വേദിയിൽ ആദരിച്ചു. നമുക്കറിയാം, കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം കാണുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് ഒരു കൊച്ചു ആശുപത്രി ഉണ്ടാവും. ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനതയുടെ ശാരീരിക ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ശാരീരിക ആരോഗ്യത്തിൽ നമ്മൾ ഉത്തരോത്തരം താഴേക്ക് അഭിവൃദ്ധി നേടുന്നു എന്നാണ് അത് നമ്മളെ മനസ്സിലാക്കിക്കുന്ന ഒരു കാര്യം. സെക്രട്ടറി ശശിധരൻ നായർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അനുരാജ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കക്കൂസ് മാലിന്യ ദുർഗന്ധത്താൽ പൊറുതിമുട്ടി വേമ്പനാട് കായൽ തീരവാസികൾ. മുഹമ്മയിലും പൊന്നാട് ഭാഗത്തുമൊക്കെ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയാകുന്നു. അധികാരമുള്ള ചിലരുടെയൊക്കെ അറിവോടെയാണ് കൃത്യനിർവഹണമെന്ന പ്രദേശവാസികൾ. ആരോട് പറയാൻ വാർത്താ പരമ്പര തുടരുന്നു. കടക്കരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെയും കൗൺസിൽ ഹാളിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി P പ്രസാദും കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MPയും നിർവഹിക്കും. ലഹരിക്കെതിരെ അധ്യാപകർ ഭവനങ്ങളിലേക്ക്. കലവൂർ PJ UP സ്കൂളിലെ അധ്യാപകരാണ് വീടുകളിൽ കയറിയിറങ്ങി കുട്ടികൾക്ക് ഉപദേശം നൽകുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.